വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് RCB ഫൈനലിലേക്ക്, ക്ഷമിക്കണം, ഗുജറാത്ത് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് RCB ഫൈനലിലേക്ക്. മത്സരത്തിന്റെ എല്ലാ മേഖലയിലും സർവാധിപത്യം പുലർത്തിയാണ് ഇന്ന് RCB ഗുജറാത്തിനെതിരെ വൻ വിജയവുമായി ഫൈനലിലേക്ക് മുന്നേറിയത്. നിങ്ങളൊന്ന് നോക്കൂ, ഇന്ത്യൻ ടീമിലേക്ക് കുത്തിക്കയറ്റിയ പ്ലേയേഴ്സുമായിട്ട് തന്നെയാണ് ഇന്ന് RCBക്കെതിരെ ക്വാളിഫയർ 1-ൽ ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റുമുട്ടിയത്. ഇന്ത്യൻ ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കുമുള്ള ടീമിന്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് 255 ചേസ് ചെയ്യാൻ ഇറങ്ങി ഇന്ന് നേടിയ റൺസ് 7 ബോളിൽ 2 റൺസാണ്. ഭുവനേഷ് കുമാറിന്റെ അത്യുജ്വല ഒരു യോർക്കറിൽ ക്ലീൻ ബൗൾഡ് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. ചില പ്രതികാരങ്ങൾ അങ്ങനെ തന്നെയാണ് തീർക്കേണ്ടത്. നിങ്ങളൊന്ന് നോക്കൂ, ഈ IPL-ൽ ഇന്ത്യൻ ബൗളർമാരിൽ ഏറ്റവും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച് തിളങ്ങി നിൽക്കുന്ന ഭുവനേഷ് കുമാറിനെ ഒഴിവാക്കിയാണ് ഗില്ല് ഏകദിന ടീമിനെയും ടെസ്റ്റ് ടീമിനെയും പ്രഖ്യാപിച്ചത്. അങ്ങനെ തന്നെ വേണം പറയാൻ. കോച്ച് ഗൗതം ഗംഭീറിന്റെ വാക്കുകൾക്ക് പോലും അവിടെ വിലയില്ലായിരുന്നു. അതിനുള്ള ഒരു പ്രതികാരം തന്നെയാണ് ഇന്നത്തെ ആ ഒരു ക്ലീൻ ബൗൾഡ്. ഒരു ബിഗ് സല്യൂട്ട് നൽകാം ഭുവനേഷ് കുമാറിന് തന്റെ പ്രതികാരം കളിയിലൂടെ തീർത്തതിന്. സായ് സുദർശൻ 9 ബോളിൽ 14 റൺസുമായി ഇന്ന് മടങ്ങി. ഒരു നിർഭാഗ്യകരമായ പുറത്താകലാണ് എങ്കിൽ പോലും ടെസ്റ്റ് ടീമിലേക്കും ഏകദിനത്തിലേക്കുമുള്ള മറ്റൊരു താരമാണ്. വാഷിംഗ്ടൺ സുന്ദർ 8 പന്തിൽ 8 റൺസ്. ഏകദിനത്തിലെയും ടെസ്റ്റിലെയും മറ്റൊരു താരം. ഇനി ബൗളർമാരെ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രസീദ് കൃഷ്ണ 4 ഓവറിൽ 53 റൺസ്. മുഹമ്മദ് സിറാജ് 3 ഓവറിൽ 46 റൺസ്. ആ ഒരു താരങ്ങളുടെ പ്രകടനമാണ് ഇന്ന് RCBക്കെതിരെ നമ്മൾ കണ്ടത്. അത് എടുത്തു പറയേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ശുഭ്മാൻ ഗില്ലിന്റെ പിടിവാശി തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരങ്ങളെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു ടീം സെലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ RCB GT തമ്മിലുള്ള മത്സരം പരിശോധിക്കുമ്പോൾ കൂൾ ക്യാപ്റ്റന്റെ മികവുറ്റ വിജയമായിട്ടാണ് ഈ മത്സരത്തെ വിലയിരുത്താൻ കഴിയുക. RCBയുടെ ക്യാപ്റ്റനായി ആ യുവതാരം കടന്നു വരും വരെ അയാളെക്കുറിച്ച് കൂടുതലൊന്നും അറിയപ്പെട്ടിട്ടില്ല. പക്ഷേ RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഒരു തവണ ചാമ്പ്യന്മാരാക്കുന്നു, മറ്റൊരു തവണ ഇതാ ഫൈനലിലേക്ക് എത്തിക്കുന്നു. ഫൈനലിലേക്ക് എത്തിക്കാനുള്ള മത്സരത്തിൽ മുന്നിൽ നിന്ന് പട്ട നയിക്കുന്ന ക്യാപ്റ്റനായി മാറുന്നു. 33 പന്തുകളിൽ 9 സിക്സും 5 ഫോറും അടക്കം 93 റൺസ് നേടി പുറത്താകാതെ നിൽക്കുന്നു. സെഞ്ചുറിയേക്കാൾ മൂല്യമുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ക്യാപ്റ്റൻ പടിതർ എന്ന് കാഴ്ചവെച്ചത്. ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സിനുള്ള അവാർഡും കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചും ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിനുള്ള അവാർഡും എല്ലാം ഒരുമിച്ച് ഏറ്റുവാങ്ങുന്നു ഈ മത്സരത്തിൽ ക്യാപ്റ്റൻ രജത് പട്ടിദർ. ഇന്നത്തെ 43 റൺസ് പ്രകടനത്തോടെ വിരാട് കോഹ്ലി ഇത്തവണയും 600-ലേക്ക് എത്തുന്നു. പ്രായം തളർത്താത്ത പോരാളി. റൺ വേട്ടക്കാരിൽ 4-ാം സ്ഥാനത്തെത്തുന്നു. ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയ താരങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തുന്നു. റൺ വേട്ടയിൽ 1-ാമത് നിൽക്കുന്നത് സായ് സുദർശൻ തന്നെയാണ്. ഈ വലിയ പരാജയത്തിനിടയിലും ഗുജറാത്ത് ടൈറ്റൻസിന് ആശ്വാസകരമായത് രാഹുൽ തിവാട്ടിയുടെ രക്ഷാപ്രവർത്തനത്തിലൂന്നിയുള്ള ബാറ്റിംഗ് തന്നെയായിരുന്നു. അതല്ലെങ്കിൽ പരാജയത്തിന്റെ ആഘാതം ഇതിലും വളരെ വലുതാകുമായിരുന്നു. ആ രാഹുൽ തിവാട്ടിയെ പുറത്താക്കിക്കൊണ്ട് ഭുവനേഷ് കുമാർ ഇന്നത്തെ 2 വിക്കറ്റ് പ്രകടനത്തോടെ റബാദയം മറികടന്നുകൊണ്ട് വീണ്ടും വിക്കറ്റ് വേട്ടയിൽ 1-ാമതെത്തിക്കൊണ്ട് പർപ്പിൾ ക്യാപ്പിന് ഉടമയായി. ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരങ്ങൾ നിരവധി ഫീൽഡിംഗ് പിഴവുകൾ വരുത്തിയപ്പോൾ യാതൊരു പിഴവുകളുമില്ലാതെയാണ് RCB അവരുടെ ഫീൽഡിംഗ് കാഴ്ചവെച്ചത്. റൊമാരിയോ ഷെപ്പേർഡിന് പകരം ഇന്ന് 11-ലെത്തിയ ജേക്കബ് ഡഫി ബൗളിംഗിൽ അത്യുജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. 4 ഓവറിൽ 39 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് ഡഫി നേടിയെടുത്തത്. ജേക്കബ് ഡഫിയുടെ 4 ഓവറുകൾ പൂർത്തിയായപ്പോൾ ജേക്കബ് ഡഫിക്ക് ഇമ്പാക്ട് പ്ലെയറായിട്ട് റൊമാരിയോ ഷെപ്പേർഡ് കളത്തിലെത്തുന്നു, ബൗൾ ചെയ്യുന്നു. അങ്ങനെ ഒരു കാഴ്ചയും ഇന്നത്തെ മത്സരത്തിൽ കാണാനായി. RCBക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡും ഡഫിയും റാസിക് ദറും ഭുവനേഷ് കുമാറുമെല്ലാം വളരെ കൃത്യതയോടെ പന്തെറിഞ്ഞപ്പോൾ ഗുജറാത്ത് ബൗളേഴ്സ് താളം തെറ്റിയ നിലയിലായിരുന്നു അവരുടെ ഇന്നത്തെ ബൗളിംഗ് പ്രകടനം. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഫീൽഡർമാരുടെ സപ്പോർട്ട് ഇല്ലാതെ പോയി എന്നത് തന്നെയാണ്. പക്ഷേ അവിടെയും RCBയുടെ ബാറ്റിംഗ് നിരയുടെ ആ പ്രകടനം കുറച്ചു കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ പടിദറുടെ കൂട്ടായി കൃണാൽ പാണ്ഡ്യ, വിരാട് കോഹ്ലി എല്ലാം മികവുറ്റ പ്രകടനമായിരുന്നു. വെങ്കടേഷ് അയ്യർ ഒരു മിന്നും തുടക്കമാണ് RCBക്ക് നൽകിയത്. RCBക്ക് ഫൈനലിൽ എതിരാളികൾ ആരെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. എലിമിനേറ്ററിൽ ഏറ്റുമുട്ടുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ്. അവിടുത്തെ വിജയികൾ ഗുജറാത്ത് ടൈറ്റൻസുമായി ക്വാളിഫയർ 2 കളിച്ചതിന് ശേഷം ആ വിജയികളുമായിട്ടായിരിക്കും RCB ഫൈനലിൽ ഏറ്റുമുട്ടേണ്ടത്.
ഈ ഒരു മിന്നും ഫോം RCBയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും തുടരുകയാണെങ്കിൽ തീർച്ചയായും ഇത്തവണയും RCB തന്നെയായിരിക്കും കപ്പുയർത്തുക എന്നതിൽ സംശയമില്ല. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.